താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്ന കാര്യത്തെ? ആ കാര്യത്തിൽ എനിക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളത്. സമസ്ത തെളിവുകളുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ തെളിവ് എന്തൊക്കെയാണെന്നുള്ളത് പോലീസിന് കൊടുത്തതായ അറിവില്ല എനിക്ക്. ഏതായാലും ലോക്കൽ പോലീസിന് സമസ്ത ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. അത് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല. ക്രൈംബ്രാഞ്ചിന് ഹാജരാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹാജരാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. CBIനോടുള്ള കാര്യം എനിക്കറിയില്ല. CBI അവരും തമ്മിലുള്ള ചോദ്യം ചെയ്യലോ പൊടിക്കലോ ഒന്നും നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ലീഗ് നേതാക്കന്മാർ ഈ കേസിൽ എത്രത്തോളം കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട്? പലപ്പോഴും ലീഗ് നേതാക്കന്മാർ ഞങ്ങളെ ലോക്കൽ പോലീസിലാകെ 2 ആഴ്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് അവർ ലീഗ് നേതാക്കന്മാർ എന്തൊക്കെയാണ് അതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. അത് ക്രൈംബ്രാഞ്ചും ലീഗ് നേതാക്കന്മാരും CBIയും ലീഗ് നേതാക്കന്മാരായിട്ടുള്ള പ്രശ്നമല്ലേ. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു സമസ്തയേക്കാൾ ആത്മാർത്ഥത കാണിച്ചിരുന്നു ലീഗ് നേതൃത്വം ഒരു പരിധി വരെ. ഞാൻ സമസ്ത ആത്മാർത്ഥത കാണിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്. സമസ്ത ആത്മാർത്ഥത കാണിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ആത്മാർത്ഥത നല്ലോണം കാണിച്ചിട്ടുണ്ട്. പക്ഷേ തെളിവുകൾ ഇതേപോലെ തന്നെ ഇടപെടേണ്ട രീതിയിൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ താങ്കൾ ഒരു പുനരന്വേഷണം ആവശ്യമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? അല്ല, ദുരൂഹത മാറ്റേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമല്ലേ. ഖാദി കേസിലെ ദുരൂഹത മാറ്റേണ്ടത് ഒരു പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതിന് ഏത് തരത്തിലുള്ള അന്വേഷണത്തിലും ഭാഗവാക്കാവാനോ അല്ലെങ്കിൽ സഹകരിക്കാനോ ഞാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് ഇതേപോലത്തെ സഹായകരമായ നിലയിൽ ഞാനും ഇടപെടാം. താങ്കൾക്ക് ആദ്യം ബോർഡ് ചെയർമാൻ സ്ഥാനം, അതിനെക്കുറിച്ച് പഠിക്കാൻ സ്പെഷ്യൽ ഓഫീസർ സ്ഥാനം നൽകുമ്പോൾ തന്നെ വ്യാപകമായ എതിർപ്പുകളുണ്ടായിരുന്നു. വ്യാപകമായി എന്ന് പറയാനുള്ള കാരണം യൂത്ത് ലീഗിൻ്റെ 5 നിയോജക മണ്ഡല കമ്മിറ്റികളും ഒന്നു ചേർന്ന് നിവേദനം സമർപ്പിച്ചു സംസ്ഥാന കമ്മിറ്റിക്ക്. സമസ്ത നേതാക്കന്മാർ ചർച്ച നടത്തി ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു മുസ്ലിം ലീഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവേശനത്തിന് വേണ്ടി താങ്കളുടെ ഒരു യോഗം സംഘടിപ്പിക്കുമ്പോൾ ഈ ഒരു എതിർപ്പ് പ്രതീക്ഷിച്ചിരുന്നു? മുമ്പൊരു ഇങ്ങനൊരു അനുഭവം ഉണ്ടായ സ്ഥിതിക്ക്. അല്ല, മുസ്ലിം ലീഗിൽ ചേരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സമസ്തയിൽ ഇടപെടും എന്നുള്ള ഒരു ധാരണയുമില്ല. കാരണം ഒരു മതസംഘടന ഒരു പാർട്ടിയിൽ ചേരുന്നതിന് തടസ്സം നിൽക്കുന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഒരു മതസംഘടനയിൽപ്പെട്ട ആൾക്കാരല്ലല്ലോ മുസ്ലിം ലീഗുള്ളത്. പല മതസംഘടനയിൽപ്പെട്ട ആൾക്കാരും മുസ്ലിം ലീഗിലുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഇത് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, തീർത്തും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ താങ്കൾ പറയുന്നത് ഒരു ആത്മഹത്യയാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ടാണോ ആത്മഹത്യയല്ല എന്ന് താങ്കൾ ഒരു പൊതുസമൂഹത്തോട് പറയുന്നത്? ആദ്യമായിട്ടാണോ? ഇല്ല, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഈ 3-ാമതോ 4-ാമത്തെ ദിവസം ഇതുപോലെ എന്നെക്കുറിച്ചുള്ള ഒരു ആരോപണം വന്നപ്പോൾ ഉത്തർപ്രദേശ് ഷാഫി എന്നോട് ഫോണിലൂടെ നിങ്ങളൊരു പ്രസ്താവന നിങ്ങൾക്ക് ഉണ്ടോ ഇതിനെക്കുറിച്ചിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലീസ് ഓഫീസറാണ്, ഒരു പ്രസ്താവന നടത്താൻ എനിക്ക് കഴിയില്ല. എന്നാൽ എൻ്റെ അഭിപ്രായമായി ഞാൻ പറയാം, അതൊരു ആത്മഹത്യ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതുവെ നിരീക്ഷണം എന്നുള്ളത്. ഷാഫി ഉത്തർപ്രദേശത്തിൽ അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അന്ന് ആരും ഇതേപോലെ തന്നെ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് വലിയ ഖേദകരമായ വസ്തുത. താങ്കൾക്ക് ഈ ഒരു പാർട്ടിയിൽ പക്ഷേ ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ തീരുമാനിച്ച ഒരു സമയമാണ്, കുറേ മുമ്പേ തീരുമാനിച്ചൊരു പരിപാടിയാണ്, ഒരു സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾ സമസ്തയെ അന്വയിപ്പിക്കാൻ വേണ്ടി കുറച്ച് ശ്രമങ്ങൾ നടന്നിരുന്നു. പിന്നെ അതേപോലെ യൂത്ത് ലീഗിനെ അന്വയിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതിനുശേഷം ആദ്യത്തെ ആ ഒരു ഉത്തരവിന് ശേഷം തന്നെ നടന്നിരുന്നു. അതിന് സംബന്ധമായി യൂത്ത് ലീഗിന് ലഭിച്ച ഓഫർ എന്നുള്ളത് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റിനെ കാസർഗോഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനാക്കാം. ഇപ്പോഴൊരു ആരോപണം കേൾക്കുന്നു, ഇതിന് പകരം ഹബീബ് റഹ്മാന്റെ വിഷയത്തിൽ ഒരു സമസ്ത നിലപാട് മയപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്കൂളിന് എയ്ഡഡ് പദവി നൽകാം. ഇത്രത്തോളൊക്കെ സ്വാധീനമുണ്ടോ ഹബീബ് റഹ്മാന് മുസ്ലിം ലീഗ് നേതൃത്വമായിട്ട്? അത് തീർത്തും തെറ്റായ ആരോപണങ്ങളാണ്. കാരണം ഒരു സ്കൂളിൻ്റെ എയ്ഡഡ് പദവി കൊടുക്കാൻ ഒരു ഹബീബ് റഹ്മാൻ ആവശ്യമുണ്ടോ? എയ്ഡഡ് പദവി ആർക്കും കിട്ടാവുന്നവരല്ലേ? അതിന് അർഹതയുള്ള എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ ഗവൺമെൻറ്. അത് മാത്രമല്ല, ഏതെങ്കിലും സ്കൂളിൻ്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന മിക്കവാറും വലിയ നേതാക്കന്മാരൊക്കെ തന്നെയാണ്. അപ്പോൾ ആ നേതാക്കന്മാരൊക്കെയാണ് സ്വാധീനം എനിക്കുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു ബോധപൂർവമായ ഒരു ആരോപണമല്ലേ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഒരു എയ്ഡഡ് പദവി കിട്ടാൻ എനിക്കെന്തിനാ ലീഗ്? അതല്ല, ഞാൻ ചിരിച്ചു തള്ളുന്നു. ആ ആരോപണത്തെ ഞാൻ ചിരിച്ചു തള്ളുന്നു. താങ്കൾക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. താങ്കൾ സംസ്ഥാന നേതൃത്വമായിട്ടൊക്കെ അത്രയും ഒരു പിടിപാടുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ? അല്ല, സംസ്ഥാന നേതൃത്വമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം പല കേസുകളും അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുമല്ലോ. സ്വാഭാവികമായിട്ടുള്ള ആ ബന്ധങ്ങൾ ഇതേപോലെ തന്നെ നിലനിൽക്കുമല്ലോ.
അങ്ങനെയുള്ള ബന്ധങ്ങളല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല ഈ സമസ്തയായിട്ടുള്ള പ്രശ്നങ്ങളിൽ എൻ്റെ സ്പെഷ്യൽ ഓഫീസറായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം വരുമ്പോൾ ഇതിനെക്കുറിച്ചിട്ട് MK മുനീർ സാഹിബ് തന്നെ സമസ്തയായിട്ട് കോഴിക്കോട് സമസ്തയുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് ശേഷമാണ് ഇതേപോലെ തന്നെ എനിക്ക് സ്പെഷ്യൽ ഓഫീസർ സ്ഥാനം മുനീർ സാഹിബിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണത് അദ്ദേഹം എനിക്ക് തന്നത്. സമസ്തക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം എന്നെ അറിയിച്ചിരുന്നത്. അപ്പോൾ കാസർഗോഡിലെ സമസ്തക്കാർക്ക് മാത്രമേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. കാരണം അതൊരു തെറ്റിദ്ധാരണയുടെ ആദ്യം മനസ്സിലാക്കിയ പോലെ അതിന് ആദ്യം കുറച്ച് താങ്കൾ ശത്രുവുള്ളവർ അതിന് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായത് എങ്ങനെയാണ്? അതിൽ നിന്ന് തലയുയരാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞതൊക്കെ പിൻവലിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതല്ലാണ്ട് സ്ഥായിയായ ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ വളരെ തുറന്നടിച്ച് പറഞ്ഞല്ലോ. അത് അങ്ങനെ അന്ന് ഞാൻ പറയാത്തത് എന്തേ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഖാദിയുടെ കേസ് ആത്മഹത്യ അല്ല എന്നുള്ളത് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഞാനൊരു പോലീസ് ഓഫീസറല്ലേ, എനിക്കങ്ങനെ പരസ്യമായിട്ട് ഇതേപോലെ തന്നെ രംഗത്ത് വരാൻ പറ്റുമോ? ഓരോരോ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്ന പണിയല്ലല്ലോ പോലീസിലുള്ളത്. പിന്നെ ലോക്കൽ പോലീസിൽ ഇപ്പം ഞങ്ങൾക്ക് അന്വേഷണ അവസ്ഥയിലുണ്ടായിരുന്നത് ആകെ 2 ആഴ്ചയാണ്. അപ്പോൾ അതിന് മറുപടി പറയാൻ പിന്നെ ആ സമയത്ത് ആരും ആരോപണങ്ങൾ ഇതേപോലെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല. നേരിട്ട് ഇതേപോലെ തന്നെ വന്നിരുന്നെങ്കിൽ ആ ആരോപണം അന്ന് തന്നെ ഞാൻ ഇതേപോലെ തന്നെ നിശ്ചയിച്ച് അവരോട് പറയായിരുന്നു. അന്ന് ആരും എന്നോട് സമീപിച്ചില്ല. പിന്നെ പത്രപ്രസ്ഥാനങ്ങൾക്ക് മറുപടി പറയുന്നത് പോലീസിന് യോജിച്ച പണിയാണ്. പോലീസിലത് ഞങ്ങളുടെ ഡിസിപ്ലിൻ്റെ ഭാഗം അല്ലേ? ഞങ്ങൾ പത്രപ്രസ്ഥാനം നടത്താൻ പാടുണ്ടോ? ഞങ്ങൾ ഒരു പത്രപ്രസ്ഥാനം നടത്തിയിട്ടില്ലല്ലോ. മാനസികപരമായിട്ട് ഇപ്പോൾ പലർക്കും താങ്കളുടെ ഒരു വാദം, താങ്കളുടെ ഒരു നിരപരാധിത്വം മനസ്സിലായിട്ടില്ലെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും എൻ്റെ നാട്ടുകാർ മൊത്തത്തിൽ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതല്ലാതെ ഇതേപോലെ തന്നെ ശാഖാ കമ്മിറ്റി മൊത്തം ഇതേപോലെ എൻ്റെ കൂടെ നിൽക്കുമോ? ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും സമസ്തയുടെ മേൽത്തട്ടിലുള്ള മിക്കവാറും എല്ലാവർക്കും എൻ്റെ നിരപരാധിത്വം മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പല ആൾക്കാരിൽ നിന്നും ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ലോക്കലായിട്ടുള്ള നേതാക്കന്മാർക്ക് ഇനിയും ഇതേപോലെ തന്നെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് എൻ്റെ ഈ പ്രസ്താവനയോട് കൂടിയിട്ട് അവർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തികളാണ്. ഇവിടുത്തെ ജില്ലയിലെ സമസ്തയുടെ നേതാക്കന്മാർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ആ തെറ്റിദ്ധാരണ ജീവിതകാലം മുഴുവനും വേറി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് തുറസായ വേദികളിൽ അവരെന്നെ സമീപിക്കുകയാണെങ്കിലോ ഞാൻ അവരെ സമീപിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യും. ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ചർച്ച ചെയ്യാനുള്ള എനിക്കൊരു മടിയുമില്ല. ആരുമായി ഈ ആശയങ്ങൾ അല്ലെങ്കിൽ ഈ അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. സമസ്തയായിട്ടും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്.